അനീഷ് ഒരു രക്ഷയില്ല, അവസാനത്തെ ടാസ്കിൽ പൊളിച്ചടുക്കിയെന്ന് പറയാം. ടാസ്ക് ഇതാണ്: കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ. ഗാർഡൻ ഏരിയയിൽ 6 പേർക്കും 6 പെഡലുകളും പെഡലുകളുടെ മുകളിലായിട്ട് ഇവരുടെ പോയിന്റ്സിന് തത്തുല്യമായിട്ടുള്ള സ്റ്റോണുകളും വെച്ചിട്ടുണ്ടാവും ഒരു ബൗളിൽ. ഇവർ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ടാവും. ഗ്രീൻ ബട്ടന്റെ അടുത്ത് തന്നെ ഒരു എംറ്റി ബൗളും വെച്ചിട്ടുണ്ടാവും. ആദ്യം ബസ്സടിക്കുന്ന സമയത്ത് ആരാണോ ആദ്യം പോയിട്ട് ആ ഗ്രീൻ ബട്ടൺ അമർത്തുന്നത് അവർക്ക് ബാക്കിയുള്ള 5 പേരിൽ ഒരാളിൽ നിന്നിട്ട് സ്റ്റോൺസ് തട്ടിയെടുക്കാം. അങ്ങനെ ആദ്യം പോയിട്ട് ബസ്സടിക്കുന്നയാള് ഈ ഗ്രീൻ ബട്ടന്റെ അടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിൽക്കുക. രണ്ടാമത് ബസ്സടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള 5 പേരിൽ ഒരാളുടെ സ്റ്റോൺസ് കളക്ട് ചെയ്യാം. 7 സെക്കൻഡാണ് അതിന് സമയമുള്ളത്. 7 സെക്കൻഡിന്റെ ഉള്ളിൽ പോയി ഈ സ്റ്റോൺസ് കളക്ട് ചെയ്ത് തിരിച്ച് ആ പോയിന്റിൽ വന്ന് നിൽക്കണം. ആദ്യത്തെ റൗണ്ടിൽ തന്നെ അനീഷ് പോയിട്ട് ഗ്രീൻ ബട്ടൺ അമർത്തുന്നു. ഒണീലിൻ്റെ സ്റ്റോൺസ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷിന് ഇനി 13 പോയിന്റാണ് അല്ലെങ്കിൽ 13 പോയിന്റാണ് ഇനി വേണ്ടത്. അപ്പോൾ 13 എണ്ണം ഈ സ്റ്റോൺസ് എടുക്കേണ്ടി വരും എന്നുള്ളത്. അനീഷ് ആദ്യ റൗണ്ടിൽ പോയിട്ട് 9 സ്റ്റോൺസ് എടുക്കുന്നുണ്ട്. അനീഷിന് ഓൾറെഡി ഉള്ള പോയിന്റ്സ് 6ആണ്. അപ്പോൾ 6ന്റെ കൂട്ടത്തിൽ 9ഉം കൂടെ ചേർത്തിട്ട് 15 പോയിന്റ്സ് ആവുന്നു. അപ്പം തന്നെ എല്ലാവരുടെയും മേളിലായി അനീഷ്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഫസ്റ്റ് എത്തി. പിന്നെ രണ്ടാമതൊരു റൗണ്ടും കൂടെ വെക്കുന്നു. രണ്ടാമതും അനീഷ് തന്നെയാണ് ആദ്യം പോയിട്ട് ബസ്സടിക്കുന്നത്. ഓൾറെഡി അനീഷ് തന്നെയാണ് ഏറ്റവും ടോപ്പിലുള്ളത്. പക്ഷെ രണ്ടാമത്തെ റൗണ്ടിലും ഈ 7 സെക്കൻഡിൻ്റെ ഉള്ളിൽ തിരിച്ചവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അനീഷ് തന്നെ ഡയറക്റ്റ് ഈ ഡെഡ് സോണിലേക്ക് പോകും. ആദ്യ റൗണ്ടിലും അങ്ങനത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യ റൗണ്ടിൽ ഈ 7 സെക്കൻഡിൻ്റെ ഉള്ളിൽ തിരിച്ചു വന്നില്ലെന്നുണ്ടെങ്കിൽ അനീഷ് തന്നെ ഡയറക്റ്റ് ഡെഡ് സോണിലേക്ക് പോകും. പക്ഷേ രണ്ടാമത്തെ റൗണ്ടിലും കറക്റ്റ് സമയത്തിന് ഒണീലിൻ്റെ തന്നെ 1-2 കോയിൻസ് എടുത്തിട്ട് പെട്ടെന്ന് വന്ന് പൊസിഷനിലേക്ക് നിന്നു. അങ്ങനെ ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ നിന്നിരുന്ന അനീഷ് ഒന്നാമതായി മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്നിട്ട് രക്ഷപ്പെടുകയും രണ്ടാമത് നിന്നിരുന്ന ഒണീലിനെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് അവസാനം ഒണീലിനെയും ശാരികയെയും വീട്ടിൽ നിന്നിട്ട് പുറത്താക്കുകയും ചെയ്തു. നല്ല ത്രില്ലുണ്ടായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പക്ഷെ വീട്ടിലുള്ള ചിലർക്ക്, പ്രത്യേകിച്ച് അക്ബർ, ശരത്ത്, ആര്യൻ, ഷാനവാസ് അങ്ങനെയുള്ള കുറച്ച് പേർക്ക് ഈ ഒണീലും ശാരികയും പുറത്തു പോയതിനെക്കാട്ടിലും അനീഷ് ജയിച്ച് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളതാണ് സങ്കടം. അത് അവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുമുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം അനീഷ് പൊളിച്ചടിക്കുമെന്ന് പറയാതെ വയ്യ.